Hello students. ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോകെമിസ്ട്രി, അതായത് ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന ചാപ്റ്ററാണ് എന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതിൽ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ലോഹങ്ങളുടെ രാസപ്രവർത്തന ശേഷിയുമായി ബന്ധപ്പെട്ട ക്രിയാശീലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായി ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി ഡിഫറെൻ്റ് ആണ്. വ്യത്യസ്ത ലോഹങ്ങളുടെ രാസപ്രവർത്തന ശേഷി വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫറെൻ്റ് മെറ്റൽസിന് അവയുടെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ, അതായത് രാസപ്രവർത്തന ശേഷി അല്ലെങ്കിൽ ക്രിയാശീലം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്തു, ക്രമീകരിച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ സീരീസിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ക്രിയാശീല ശ്രേണി എന്ന് വിളിക്കുന്നത് കാര്യം നമുക്കറിയാം. അപ്പോ എന്താണ് റിയാക്ടിവിറ്റി സീരീസ്? The series obtained by arranging metals in the decreasing order of their reactivity is called reactivity series. The series obtained by arranging metals in the decreasing order of reactivity is called reactivity series. അതായത് ക്രിയാശീലം രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ ലോഹങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ശ്രേണിയെയാണ് ക്രിയാശീല ശ്രേണി വിളിക്കുന്നത്. ഓക്കെ, എന്ന കാര്യം നമ്മൾ എൻ്റെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ക്രിയാശീല ശ്രേണിയും ആദേശ രാസപ്രവർത്തനവും എന്ന ഭാഗം. ഈ ഭാഗമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾ അറിയണം. ചെറിയ ക്ലാസ്സിൽ, എനിക്ക് തോന്നുന്നു 8th അല്ലേ, നിങ്ങൾ ഓക്സിഡേഷൻ, റിഡക്ഷൻ ഇവ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്സിഡേഷനും റിഡക്ഷനും എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓക്സീകരണവും നിരോക്സീകരണവും. ഓക്കെ, നിരോക്സീകരണവും. അപ്പോ ഇതെന്താണെന്ന് നിങ്ങൾ ആദ്യം അറിയണം. ഇപ്പൊ നിങ്ങളുടെ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടി ഞാൻ ഈ കാര്യം ഒന്ന് വളരെ ചുരുക്കി പറയാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം, സോഡിയം ക്ലോറിനുമായി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു അല്ലെ? സോഡിയം ക്ലോറിനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോ ഇവിടെ സോഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 11 ആണ് അല്ലെ? എന്താ അർത്ഥം? സോഡിയത്തിന്റെ ആറ്റത്തിൽ 11 പ്രോട്ടോൺസും ഉണ്ട്, 11 ഇലക്ട്രോൺസും ഉണ്ട്.
അപ്പൊ സോഡിയത്തിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ, നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. 281. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ക്ലോറിന്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 287 ആണ് അല്ലെ ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പോ സോഡിയം ക്ലോറിനുമായി കമ്പയർ ചെയ്യുമ്പോൾ സോഡിയം ആറ്റം എന്ത് ചെയ്യുന്നു? സോഡിയം ആറ്റം അല്ലെ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള അവസ്ഥ, അതാണല്ലോ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ. ഓക്കെ, അപ്പോ ബാഹ്യതമ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള അവസ്ഥ കൈവരിക്കാൻ വേണ്ടി, അതായത് സ്റ്റെബിലിറ്റി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്ഥിരത കൈവരിക്കാൻ വേണ്ടി സോഡിയം എന്ത് ചെയ്യുന്നു? 1 ഇലക്ട്രോണിനെ ലോസ് ചെയ്യും അല്ലെ. അത് നമുക്ക് ഇവിടെ എഴുതാം. സോഡിയം ലോസസ് 1 ഇലക്ട്രോൺ. അപ്പോൾ 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സോഡിയം ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് 1 കുറഞ്ഞു. നമുക്കറിയാം, ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്, ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? ഇലക്ട്രോണുകൾ ഉണ്ടാവും. അപ്പൊ സോഡിയം ആറ്റത്തിൽ 11 പ്രോട്ടോൺ ഉണ്ട്. അപ്പൊ സോഡിയം ആറ്റത്തിൽ 11 ഇലക്ട്രോൺ ഉണ്ട്. സോഡിയം ആറ്റത്തിൽ 11 യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ സോഡിയം ആറ്റത്തിൽ 11 യൂണിറ്റ് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ 1 ഇലക്ട്രോൺ പോയാൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ചാർജ് 1 കുറഞ്ഞു. നെഗറ്റീവ് ചാർജ് 1 കുറയുക മീൻസ് വാട്ട്? യെസ്, അതിന്റെ ചാർജ് അപ്പോൾ എന്താവും? 1 പോസിറ്റീവ് ചാർജ് ആവും. അപ്പോൾ 1 ഇലക്ട്രോണിനെ സോഡിയം ആറ്റം നഷ്ടപ്പെടുത്തി. അപ്പോൾ സോഡിയത്തിന്റെ ചാർജ് എന്തായിട്ട് മാറി? +1 ആയിട്ട് മാറി. പ്ലസ്. ഓക്കെ, സോഡിയം ആറ്റം ഇവിടെ എന്താ? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി. അപ്പോ ഈ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന ഈ പ്രക്രിയയെ ആണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ. ഓക്കെ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്സീകരണം. ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രക്രിയ ആണ് ഓക്സിഡേഷൻ. ഓക്കെ, അപ്പൊ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഓക്സിഡേഷൻ. ഓക്കെ, ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്ന പ്രക്രിയ. നഷ്ടപ്പെടുന്ന ഈ പ്രക്രിയയാണ് ഓക്സിഡേഷൻ. അതായത് ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ലോസ് ഓഫ് ഇലക്ട്രോൺ. യെസ്, അപ്പോ അല്ലേ ഇവിടെ സംഭവിച്ചത്? അപ്പോൾ എന്താ? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ മീൻസ് വാട്ട്? ഓക്സീകരണം എന്താ? ലോസ് ഓഫ് ഇലക്ട്രോൺസ്. ഇപ്പൊ സോഡിയം ആറ്റം അണ്ടർഗോ ഓക്സിഡേഷൻ. സോഡിയം ആറ്റം ഓക്സിഡേഷന് വിധേയമായി എന്ന് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങൾക്കറിയാം. ഏത് ആറ്റമാണോ ഓക്സിഡേഷന് വിധേയമായത് ആ ആറ്റം എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ആക്ട് ചെയ്യുന്നത് റെഡ്യൂസിങ് ഏജന്റ്, അതായത് നിരോക്സീകാരി. ഇപ്പൊ സോഡിയമാണ് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തിയത്, സോഡിയമാണ് ഓക്സിഡേഷന് വിധേയമായത്. അപ്പോ ഇവിടെ നമുക്ക് എന്തു പറയാം? ഹിയർ സോഡിയം ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് അതായത് നിരോക്സീകാരി. നിരോക്സീകാരി. യെസ്. ഇനി എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇപ്പൊ സോഡിയം ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തു അല്ലെ. അങ്ങനെ സോഡിയത്തിന്റെ ചാർജ് എന്തായി? +1 ആയി. ഇനി നോക്കുക, ക്ലോറിൻ. ക്ലോറിൻ ഇവിടെ എന്ത് ചെയ്തു? അപ്പോൾ ഇവിടെ നമ്മൾ പറയും സോഡിയത്തിന്റെ ചാർജ് +1 അല്ലെ. +1 അതായത് സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ ഇപ്പൊ എന്താ? +1 ആണ്. ഓക്കെ, എന്തായി കഴിഞ്ഞാലും
ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഉണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. ഇവയുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്, ഇവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ബാഹ്യതമ ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 1 ആണ്. അപ്പോൾ ഇത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്നത് എന്താ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഇവയുടെ ഓക്സിഡേഷൻ നമ്പർ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്താണ്? +1 ആണ്. ഇതേപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ഉണ്ട്. ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. അപ്പോൾ ഇത് കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോൾ ഈ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? +2 ആണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ചില ബേസിക് ആയ കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ പറഞ്ഞത്, ഇനി നിങ്ങൾ ഓർക്കണം, ഇത് സോഡിയം ഇപ്പോൾ ഉള്ളത് എന്താണ്? എലമെന്റൽ സ്റ്റേറ്റിലാണ്. എലമെന്റൽ സ്റ്റേറ്റ്. അപ്പൊ എപ്പോഴും എലമെന്റൽ സ്റ്റേറ്റിൽ, മൂലകാവസ്ഥയിൽ, ഫ്രീ സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, അല്ലെ? അപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് സോഡിയം എന്ത് ചെയ്തു? ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട്, അല്ലെ, +1 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് മാറി. അതായത് ഈ റിയാക്ഷന്റെ ഫലമായി സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി, ഇൻക്രീസ് ചെയ്തു. ഒന്നുകിൽ നമുക്ക് പറയാം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഓക്സിഡേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു റിയാക്ഷന്റെ ഫലമായി ഒരു ആറ്റത്തിന്റെ, ഒരു എലമെന്റിന്റെ, ഒരു മൂലകത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ അതിന് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇപ്പോൾ സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും +1ലേക്ക് കൂടി. അപ്പോൾ ഇത് എന്താ സംഭവിച്ചേ? ഓക്സിഡേഷൻ സംഭവിച്ചു, അല്ലെ? യെസ്. ഞാൻ പറഞ്ഞു സോഡിയം അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ഹിയർ സോഡിയം ആക്ട് ആസ് റെഡ്യൂസിംഗ് ഏജന്റ്. അത് ഓർമ്മ വേണം. ഇനി നമുക്ക് നോക്കാം ക്ലോറിൻ. അപ്പൊ ക്ലോറിൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ക്ലോറിൻ, അപ്പൊ സോഡിയം ലോസ് ചെയ്ത 1 ഇലക്ട്രോണിനെ, ഈ 1 ഇലക്ട്രോണിനെ, അല്ലെ, ആര് ഗെയിൻ ചെയ്യുന്നു? ആര് സ്വീകരിക്കുന്നു? ക്ലോറിൻ ആറ്റം സ്വീകരിക്കുന്നു. എന്തുകൊണ്ട്? ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 7 അല്ലേ? അപ്പൊ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൈവരിക്കണമെങ്കിൽ ക്ലോറിനുള്ള എളുപ്പ വഴി എന്താ? ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ട് സ്വീകരിക്കുക. അപ്പൊ ക്ലോറിൻ എന്ത് ചെയ്തു? സോഡിയം ലോസ് ചെയ്ത ആ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ ആറ്റം ഗെയിൻ ചെയ്തു. യെസ്. അങ്ങനെ ക്ലോറിന്റെ ചാർജ് എന്തായി? -1 ആയി. അപ്പോൾ നമുക്ക് പറയാം ഹിയർ the chlorine undergo reduction. Reduction അതായത് നിരോക്സീകരണം. നിരോക്സീകരണം. യെസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് meant by reduction? എന്താണ് നിരോക്സീകരണം? ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ്, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രക്രിയയാണ് നിരോക്സീകരണം. അല്ലെങ്കിൽ എന്ത് പറയാം? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്. എന്താണ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അപ്പൊ ഇവിടെ ക്ലോറിൻ, അല്ലെ, ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്തു. അപ്പൊ ക്ലോറിന്റെ ചാർജ് എന്താവും? -1. അപ്പോൾ ഇവിടെ ക്ലോറിന്റെ ഓക്സിജൻ നമ്പർ 0 ആണ്, അല്ലെ? ഞാൻ പറഞ്ഞു ഫ്രീ സ്റ്റേറ്റിൽ 0 ആണ്, എലമെന്റൽ സ്റ്റേറ്റിൽ 0 ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും -1ലേക്ക് കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും -1ലേക്ക് കുറഞ്ഞു. അപ്പോൾ ഒരു റിയാക്ഷന്റെ ഫലമായി ഓക്സിഡേഷൻ നമ്പർ കുറയുന്നുവെങ്കിൽ ആ എലമെന്റിന്, ആ മൂലകത്തിന് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ സംഭവിച്ചു, നിരോക്സീകരണം സംഭവിച്ചു. ഓക്കെ. അപ്പോ ഇതാണ് ഞാൻ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, എന്താണ്? ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ. ഓക്കെ, യെസ്. ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്.
ഓക്കെ, ഇനി ഞാൻ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയ സോഡിയം ഓർക്കണം നിങ്ങൾ +1. ഒക്കെ നോട്ടിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കാം. പൊട്ടാസ്യം +1, മെഗ്നീഷ്യം +2 Mg2+, കാൽസ്യം 2+, ഓക്കെ, then silver +1, copper +2, zinc +2, ഓക്കെ, അതുപോലെ ക്ലോറിൻ -1 എഴുതിയാൽ മതി, Br -1 അല്ലെ, സോഡിയം അയോൺ, പൊട്ടാസ്യം അയോൺ, മെഗ്നീഷ്യം അയോൺ, കാൽസ്യം അയോൺ, സിൽവർ അയോൺ Ag+, then copper Cu2+, zinc അയോൺ Cl-, ക്ലോറൈഡ് അയോൺ Br-, ബ്രോമൈഡ് അയോൺ. അപ്പൊ Na+, K+, Ag+, പിന്നെ Mg2+, Ca2+, Cu2+, Zn2+. നിങ്ങൾക്ക് ആവശ്യമുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് ഞാനിവിടെ എഴുതിയത്. ഓക്കെ, ഇത് അവയുടെ കോമ്പൗണ്ടിൽ സംയുക്തങ്ങളിൽ അത് കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പറാണ്. ഇതേപോലെ ഇനി നമുക്ക് നോക്കാം റാഡിക്കൽസ്. ചില എന്താണ് റാഡിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില ആറ്റം ഗ്രൂപ്പ്, ചാർജ് ഉള്ള ആറ്റം ഗ്രൂപ്പ്സ്, ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, അതാണ് റാഡിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റാഡിക്കൽസ് ആണ് സൾഫേറ്റ്, സൾഫ്യൂരിക് ആസിഡിലെ റാഡിക്കലാണ്. ഓക്കെ, ഇതിന്റെ മൊത്തത്തിലുള്ള ചാർജ് ആണ് 2- കേട്ടോ, സൾഫേറ്റ് അയോൺ SO4 2-. ഓർക്കണം, SO4ന്റെ ടോട്ടൽ ചാർജ് ആണ് 2-. അതുപോലെ കാർബണേറ്റ് CO3 2-. ഓക്കെ, നൈട്രേറ്റ് അയോൺ NO3 -, പിന്നെ OH- അയോൺ, സൾഫേറ്റ് അയോൺ, കാർബണേറ്റ് അയോൺ, നൈട്രേറ്റ് അയോൺ, ഓക്കെ, ഹൈഡ്രോക്സിൽ അയോൺ, OH- അയോൺ. ഇതൊക്കെ ചില ചാർജ് ഉള്ള ആറ്റം ഗ്രൂപ്പ്സ് ആണ്. ഇതും നിങ്ങൾ ഓർത്തു വെക്കണം. SO4 -2- ആണ്, CO3 2- ആണ്, NO3- ആണ്, OH- ആണ്. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കേണ്ട നെക്സ്റ്റ് പോയിന്റ്, ഒരു കോമ്പൗണ്ടിലെ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ തുക എപ്പോഴും 0 ആയിരിക്കും. NaCl നമുക്കറിയാം, സോഡിയം പറഞ്ഞല്ലോ ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് അല്ലെ, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് എപ്പോഴും +1 ആണ്. അപ്പോൾ +1ന്റെ കൂടെ ക്ലോറിൻ്റെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടണം? 0 എന്ന് കിട്ടണ്ടേ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം, സോഡിയത്തിൽ നമുക്ക് എന്തായാലും പറയാം +1, ക്ലോറിൻ്റെ -1 നമുക്കറിയാം. എന്നാലും ഇത് എങ്ങനെ കിട്ടുമെന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ക്ലോറിൻ്റെ അപ്പോൾ നമുക്ക് X ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഒരു സോഡിയം മാറ്റമാണുള്ളത്. +1 + X രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 0. അപ്പൊ X ഈക്വൽ ടു എന്താ? -1. അപ്പൊ ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -1 ആണ്. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. യെസ്, ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞു നോക്കുക. ഇപ്പൊ CuSO4 ഇവിടെ SO4ന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -2 അല്ലേ. അപ്പൊ കോപ്പറിന്റെ നമുക്ക് അറിയില്ല എന്ന് കരുതില്ല. അപ്പൊ കോപ്പറിന്റെ നമുക്ക് X ആയിട്ട് എടുക്കാം. അപ്പോ Xന്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. എന്ത് വേണം? The algebraic sum of the oxidation number must be equal to 0. ഓക്സിഡേഷൻ നമ്പറിന്റെ തുക എന്താകണം? 0 ആകണം. അപ്പൊ എന്താ? -2 + X = 0. അപ്പൊ Xന്റെ വാല്യൂ എത്രയാ? X = +2. അപ്പൊ ഇവിടെ കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര കിട്ടി നമുക്ക്? കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണെന്ന് കിട്ടി അല്ലെ. +2 + -2 ഇങ്ങനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ,
ഇനി നമുക്ക് ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോ എന്താണ് മെഗ്നീഷ്യം ക്ലോറൈഡ്. ഓക്കെ ഓക്കെ അപ്പോ മെഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പിലെ എലിമെന്റ് ആണ് അല്ലെ. മെഗ്നീഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? +2. ക്ലോറിൻ്റെ നമുക്ക് അറിയില്ല എന്ന് കരുതുക. ക്ലോറിന്റെ എപ്പോഴും -1 ആയിരിക്കും, അത് വേറെ കാര്യം, എന്നാൽ ഞാൻ പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെ ക്ലോറിന്റെ X ആയിട്ട് എടുക്കാം. അപ്പൊ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം അല്ലെ. എങ്ങനെ കാണാം? മെഗ്നീഷ്യത്തിൽ നിന്ന് +2 പ്ലസ് അല്ലെ. ഇവിടെ 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. ഒരു ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് X. അപ്പൊ 2 ക്ലോറിൻ ആറ്റം മീൻസ് വാട്ട്? 2 × X, 2x അല്ലെ, ഈക്വൽ ടു എന്താവണം? 0 ആവണ്ടേ. അപ്പോ +2 + 2x = 0. 2x = -2. അപ്പൊ x = -2/2 = -1. അപ്പൊ ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -1 ആണ്. ഓക്കെ, -1. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറ്റും. ഒരു കോമ്പൗണ്ടിലെ ചില ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ അറിയാമെങ്കിൽ നമുക്ക് മറ്റുള്ള ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണാൻ പറ്റും. യെസ്, ഓക്കെ. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതായത് ആദേശ രാസപ്രവർത്തനം എന്താണെന്ന് നോക്കാം. ഞാൻ ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഓക്കെ, കോപ്പർ സൾഫേറ്റ്. എന്താ കോപ്പർ സൾഫേറ്റ് ഫോർമുല? CuSO4. ചില ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സിന്റെ ഫോർമുല നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. കോപ്പർ സൾഫേറ്റ് CuSO4. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. കോപ്പർ സൾഫേറ്റ് ലായിനി. ഓക്കെ, മലയാളം മീഡിയക്കാർക്ക് എഴുതാം കോപ്പർ സൾഫേറ്റ് ലായിനി എന്ന് എഴുതാം. ഓക്കെ, ഞാൻ എന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് ഒരു സിങ്ക് റോഡ് താഴ്ത്തി വെച്ചു. ഏകദേശം 10 മുതൽ ഒരു 12 മണിക്കൂറിന് ശേഷം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് മാറ്റമാണ് കാണാൻ വേണ്ടി പറ്റുന്നത്? എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും? അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം എന്താണ്, കോപ്പർ സൾഫേറ്റിന്റെ കളർ ബ്ലൂ കളറാണ്, ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ്. അപ്പോ ഇതൊരു ബ്ലൂ കളേർഡ് സൊല്യൂഷൻ ആണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ കളർ ബ്ലൂ കളറാണ്. അതിലേക്കാണ് ഞാൻ ഒരു സിങ്കിന്റെ തകിട്, ഒരു സിങ്ക് റോഡ് താഴ്ത്തി വെച്ചത്. നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്? ഓക്കെ, വാട്ട് എന്താണ് ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരിക എങ്ങനെയാണ്? ഓക്കെ, സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, വാട്ട് ഹാപ്പൻ ടു സിങ്ക് റോഡ്? സിങ്ക് റോഡിന് എന്ത് മാറ്റം സംഭവിച്ചു? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഇതിന് കാരണം എന്ത്? ഓക്കെ, ദെൻ what is the reason for the change in the intensity of the color of copper sulfate solution? What is the reason for the change in the intensity of color of copper sulfate solution? ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നിറം മങ്ങുന്നതിനുള്ള കാരണം എന്താണ്? ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ നിങ്ങൾ ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിനുള്ള റീസൺ ഓക്കെ നമ്മൾ കണ്ടെത്തണം. അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്നും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഓക്കെ, ആദേശ രാസപ്രവർത്തനം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നീല നിറമുള്ള കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് താഴ്ത്തി വെച്ചിരിക്കുന്ന സിങ്ക് റോഡിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക്, കോപ്പർ സൾഫേറ്റ് ലായനിയിലേക്ക് താഴ്ത്തി വെക്കുന്നതിന് മുമ്പ് സിങ്ക് റോഡിന് നിറമില്ലായിരുന്നു. ഓക്കെ, ബിഫോർ ദ എക്സ്പെരിമെന്റ് ദ സിങ്ക് റോഡ് വാസ് കളർലെസ്. പക്ഷേ താഴ്ത്തി വെച്ചതിന് ശേഷം
ഓക്കെ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിങ്കിന്റെ നിറം ചുവപ്പായിട്ട് മാറുന്നു. ഓക്കെ, ദ സിങ്ക് റോഡ് ബിക്കംസ് red. Okay, before the experiment, sink rod was colorless. After the experiment, sink rod becomes red. Okay, എന്താണ് ഇതിന് കാരണം? Okay, what is the reason for this? അത് നമുക്ക് നോക്കാം. Yes. അപ്പോൾ ഇവിടെ സിങ്ക് അല്ലേ, കോപ്പർ സൾഫേറ്റുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ? അപ്പോ റിയാക്ടിവിറ്റി സീരീസ് ക്രിയാശീല ശ്രേണിയിൽ കോപ്പറിന് മുകളിലല്ലേ സിങ്കിന്റെ സ്ഥാനം. അപ്പൊ എന്താ അർത്ഥം? സിങ്ക് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ്, രാസപ്രവർത്തന ശേഷി കൂടിയ മെറ്റലാണ്. അപ്പോൾ സിങ്കാണ് കോപ്പറിനേക്കാൾ എന്താണ് കൂടുതൽ ശക്തിയുള്ള ആള് അല്ലെ, പവർഫുൾ സിങ്കാണ്. അപ്പൊ ഈ മോർ റിയാക്റ്റീവായ സിങ്ക് കോപ്പർ സൾഫേറ്റിൽ നിന്നും ലെസ് റിയാക്റ്റീവായ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോ സിങ്ക് മോർ റിയാക്റ്റീവ്, രാസപ്രവർത്തന ശേഷി കൂടിയ മെറ്റലാണ്, ലോഹമാണ് സിങ്ക്. ഇത് രാസപ്രവർത്തന ശേഷി കുറഞ്ഞ മെറ്റലായ ലോഹമായ കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്തു. അങ്ങനെ ഇവിടെ എന്താണ് കോപ്പറിന്റെ കൂടെ കോപ്പറിന്റെ പ്ലേസ് സിങ്ക് വരുന്നു, സിങ്ക് സൾഫേറ്റ് ഉണ്ടായി. ഓക്കെ, അപ്പൊ ഇവിടെ സിങ്ക് കോപ്പറിനെ ഞാൻ പറഞ്ഞ ഡിസ്പ്ലേസ് ചെയ്തു, അതായത് ആദേശം ചെയ്തു എന്ന് പറയാം. അപ്പൊ ഇവിടെ ആദേശം ചെയ്യപ്പെട്ട, അതായത് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട മെറ്റൽ ഏതാണ്? കോപ്പർ അല്ലേ? ഈ കോപ്പർ പോയിട്ട് ഓക്കെ ഈ സിങ്ക് റോഡിന്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്നു. അതാണ് സിങ്ക് റോഡിന്റെ നിറം ചുവപ്പായി മാറാനുള്ള കാരണം. ഓക്കെ, അപ്പോ സിങ്ക് കോപ്പർ സൾഫേറ്റുമായി റിയാക്ട് ചെയ്തപ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പറും അവിടെ ഉണ്ടായി. അപ്പൊ ഇവിടെ നമുക്കറിയാം സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെ 0 ആണെന്ന് പറഞ്ഞല്ലോ. എലമെന്റൽ സ്റ്റേറ്റിൽ മൂലകാവസ്ഥയിൽ 0 ആണ്. SO4 റാഡിക്കൽ ആണല്ലോ, എന്താ -2 ആണ്. അപ്പൊ -2 കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ 0 കിട്ടണ്ടേ. -2 +2 കൂട്ടിയാലാണ് നമുക്ക് അല്ലെ 0 കിട്ടുക. ഇവിടെ സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പർ, ഇവിടെയും SO4ന്റെ ചാർജ് -2, സിങ്കിന്റെ ചാർജ് +2, കോപ്പർ 0 ആണ്. ഓക്കെ, എലമെന്റൽ സ്റ്റേറ്റ് 0 ആണ്. അപ്പോ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അല്ലെ സംഭവിക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു. അപ്പോൾ നിറമില്ലാത്ത സിങ്ക് റോഡ് എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് താഴ്ത്തി വെച്ചപ്പോൾ അതിന്റെ നിറം ചുവപ്പായി മാറാനുള്ള കാരണം ഞാൻ ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് പറയുന്നു, ശ്രദ്ധിക്കുക. സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചപ്പോൾ ലായനിയിലുള്ള Cu2+ അയോണുകൾ, ഈ ലായനിയിലുള്ള Cu2+ അയോണുകൾ കോപ്പർ ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിച്ചു. ഓക്കെ, യെസ്. ഇനി ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ നിറം നീല നിറം മങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഇതിനുള്ള കാരണം? അപ്പൊ നോക്കുക, ഇവിടെ നടക്കുന്ന റിയാക്ഷൻ അല്ലെ, സിങ്ക് എന്തായിട്ട് മാറി? Zn2+ ആയിട്ട് മാറി ഈ റിയാക്ഷൻ നടക്കുമ്പോൾ. അപ്പൊ സിങ്ക് Zn2+ ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? സിങ്ക്
2 ഇലക്ട്രോണിനെ ലോസ് ചെയ്യണം അല്ലെ, 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തണം. അപ്പൊ അങ്ങനെയാണ് സിങ്ക് Zn2+ ആയിട്ട് മാറിയത്. അപ്പൊ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും +2-ലേക്ക് കൂടി. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ? ഓക്സിഡേഷൻ, അതായത് ഓക്സീകരണമാണ് അല്ലെ. ഇവിടെ ഓക്സിഡേഷൻ നടന്നു. അതേസമയം Cu2+ അയോണുകൾ അല്ലെ, ഇതിലെ Cu2+ എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി. എങ്ങനെ മാറും? എന്താണ്? സിങ്ക് ലോസ് ചെയ്ത, നഷ്ടപ്പെടുത്തിയ ഈ 2 ഇലക്ട്രോണുകളെ Cu2+ അയോണുകൾ ഗെയിൻ ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അങ്ങനെ ഇതിന്റെ പോസിറ്റീവ് ചാർജ് എന്താണ്? നിർവീര്യമാക്കപ്പെട്ടു, ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. ഇവിടെ കോപ്പർ ആറ്റങ്ങളായി അല്ലെ. ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ, നിരോക്സീകരണം എന്ന് പറയും നമ്മുടെ ഭാഷയിൽ. നമ്മളിവിടെ ഇങ്ങനെയും പറയാം, കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2-ൽ നിന്നും 0-ലേക്ക് കുറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ റിഡക്ഷൻ, അതായത് നിരോക്സീകരണം സംഭവിച്ചു. അപ്പോ ഇനി ഞാൻ നേരത്തെ ചോദിച്ച ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലെ. സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് താഴ്ത്തി വെച്ചപ്പോ എന്തുകൊണ്ടാണ് അതിന്റെ നീല നിറം മങ്ങാനുള്ള കാരണം? ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ നീല നിറത്തിനുള്ള കാരണം അതിലുള്ള ഈ Cu2+ അയോണുകളാണ്. ഓക്കെ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ നീല നിറത്തിനുള്ള കാരണം അതിലുള്ള Cu2+ അയോണുകളാണ്. അപ്പോ സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് ലായനിയില് മുക്കി വെച്ചപ്പോൾ ലായനിയിലുള്ള അല്ലെ, നോക്കിക്കോ, ഈ കോപ്പർ അയോണുകൾ Cu2+ അയോണുകൾ കോപ്പർ ആറ്റങ്ങളായി സിങ്ക് റോഡിൽ, സിങ്ക് ദണ്ടിൽ എന്താണ് പറ്റിപ്പിടിക്കുന്നതിനാലാണ് നിറം മങ്ങുന്നത്. അതായത് കോപ്പർ സൾഫേറ്റിന്റെ നീല നിറത്തിനുള്ള കാരണം അതിലുള്ള Cu2+ അയോണുകളാണ്. ഈ Cu2+ അയോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അല്ലെ, ഇവിടെ എന്ത് ചെയ്യുന്നത്? 2 ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് സ്വീകരിച്ച് കോപ്പർ ആറ്റങ്ങളായി മാറുന്നു. ഈ കോപ്പർ ആറ്റങ്ങൾ പോയി സിങ്ക് റോഡിന്റെ സർഫസിൽ പറ്റിപ്പിടിച്ചു. അപ്പോൾ ആ സൊല്യൂഷനിലുള്ള Cu2+ന്റെ അളവ് കുറഞ്ഞു. ആ Cu2+ ഒക്കെ കുറെ Cu2+ എന്തായിട്ട് മാറി? കോപ്പർ ആറ്റങ്ങളായിട്ട് മാറി. അപ്പൊ Cu2+ന്റെ അളവ് കുറയുമ്പോൾ, Cu2+ അയോണിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായും ആ ലായനിയുടെ നിറം എന്ത് ചെയ്യുന്നു? നിറം മങ്ങുന്നു. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ചേഞ്ച് in the intensity of color of the blue color of copper sulfate solution? Please listen. The blue color of copper sulfate solution is due to the presence of Cu2+ ions. The change in the intensity of the color of copper sulfate solution, because when the zinc rod dipped in copper sulfate solution, the Cu2+ ions in the solution get deposited at the zinc rod as copper atoms. When we dip the zinc rod into copper sulfate solution, the Cu2+ ions from the copper sulfate solution deposit on the zinc rod as copper atoms. Then the amount of Cu2+ ions from the solution decreases. This Cu2+ ions gains 2 electron and it is converted to copper atoms. Then the amount of Cu2+ ions, the Cu2+ ions is responsible for the blue color of the solution. When the number of Cu2+ ions in the solution decreases, the
intensity of the blue color also decreases. Okay. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയും ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. Then here, which is the next question, which is the metal that gets deposited here? ഏത് ലോഹമാണ് ഇവിടെ ആദേശം ചെയ്യപ്പെട്ടത്? ആദേശം ചെയ്യപ്പെട്ടത് ഏതാണ്? കോപ്പറാണ്. അങ്ങനെയാണെങ്കിൽ what is meant by displacement reaction? എന്താണ് ആദേശ രാസപ്രവർത്തനം? ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ സംഭവിക്കുന്നതാണ്. മെറ്റൽസ് വിത്ത് ലോ റിയാക്ടിവിറ്റി ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം their salt solution by metals of high reactivity. അതായത് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ അവയുടെ ലവണലായിനിയിൽ നിന്നും ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ ആദേശം ചെയ്യുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ള മെറ്റലായ സിങ്ക് അല്ലെ, ക്രിയാശീലം കൂടിയ റിയാക്ടിവിറ്റി കൂടിയ സിങ്ക്, താഴെയുള്ള മെറ്റലായ അല്ലെ, അതായത് ക്രിയാശീലം കുറഞ്ഞ റിയാക്ടിവിറ്റി കുറഞ്ഞ കോപ്പറിനെ എന്താണ് അവയുടെ സാൾട്ട് സൊല്യൂഷൻ, അതിന്റെ കോപ്പറിന്റെ സാൾട്ട് സൊല്യൂഷൻ കോപ്പറിന്റെ ലവണലായിനിയായ കോപ്പർ സൾഫേറ്റിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുന്നു, അതായത് ആദേശം ചെയ്യുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറഞ്ഞല്ലോ, ഇവിടെ ഓക്സിഡേഷനും നടന്നു റിഡക്ഷനും നടന്നു അല്ലെ, ഓക്സീകരണവും നടന്നു റിഡക്ഷനും നടന്നു. ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടന്നു. ഒരു റിയാക്ഷനിൽ ഒരേ സമയം ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ്, റിഡക്ഷൻ, ഓക്സിഡേഷൻ, ഓക്കെ, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, we can say that in displacement reactions, yes, oxidation and reduction takes place simultaneously. Okay, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനിൽ ആദേശ രാസപ്രവർത്തനങ്ങളിൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇത്തരത്തിലുള്ള റിയാക്ഷനെ കുറിച്ച്, ആദേശ രാസപ്രവർത്തനങ്ങളെ കുറിച്ച്, അതായത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ, സ്റ്റഡി ബൈ.